നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റമദാൻ മാസം ആഗതമായിരിക്കുന്നു. ആത്മീയ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് വിശ്വാസികളെല്ലാം നോമ്പും നിസ്കാരവും മറ്റു ഖുർആനോത്തും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആരോഗ്യകാര്യം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ റംസാനിൽ ആത്മീയ ശുദ്ധി വരുത്തുന്നതിനോട് കൂടിയിട്ട് നമുക്ക് ആരോഗ്യം കൂടി കൈവിടാതെ തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും തുടക്കക്കാർക്കും അതല്ലാത്ത വീട്ടിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 4 മണിയോട് കൂടിയിട്ട് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നല്ല എനർജി ആയിരിക്കും. ഇതുവഴി നമ്മുടെ ഫാറ്റി ലിവർ മാറാനും ജീവിതശൈലി അസുഖങ്ങളായ പ്രമേഹം, പൊണ്ണത്തടി, PCOD, തൈറോയിഡ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരം രക്ഷപ്പെടാനുമുള്ളൊരു വഴി കൂടിയാണ് ഈ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗുണം നമുക്ക് നോമ്പ് മുഴുവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും ഡയറ്റ് ചെയ്യണമെന്നില്ല. PCOD, തൈറോയിഡ്, ഷുഗർ, പ്രഷർ ഇങ്ങനെ ജീവിതശൈലി അസുഖങ്ങളുള്ളവർക്ക് എന്തുകൊണ്ടും നല്ലത് ഡയറ്റ് തന്നെയാണ്. അല്ലാതെ ഒരസുഖം ഇല്ലാത്തവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ മൈദ, വെജിറ്റബിൾ ഓയിൽ, അതായത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെ വരുന്ന പാം ഓയിൽ, ഇതെല്ലാം വെജിറ്റബിൾ ഓയിൽ പെടും. അങ്ങനെയുള്ള ഓയിൽ, മധുരം ഇവ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ആരോഗ്യം ഒരുവിധം തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതിന് പകരം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നോർമലി എല്ലാവരും നോമ്പ് തുറക്കുന്ന പോലെ കരക്കയോ ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക, വെള്ളം കഴിക്കുക. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ എപ്പോഴും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഇപ്പോൾ ആപ്പിള്, പുളിയുള്ള മുസമ്പി, പിന്നെ ഷമാമ്, പേരക്ക, ഉറുമാമ്പഴം, ബട്ടർ ഫ്രൂട്ട്, പിന്നെ കിട്ടുന്നവരാണെങ്കിൽ ബെറീസ്, ഇങ്ങനെ കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ സിമ്പിളായിട്ടും കുറഞ്ഞ അളവിൽ നിങ്ങൾ കഴിക്കാം. അതേപോലെ തന്നെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പാലിന് പകരം തേങ്ങാപ്പാൽ, പിന്നെ പുറത്തുള്ളവരാണെങ്കിൽ നട്ട് മിൽക്ക്, ബദാം, വാൾനട്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള പാലിൽ അവക്കാഡോ അല്ലെങ്കിൽ ഇളനീര് ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാം. നോർമലുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ മറ്റ് ഫ്രൂട്ട്സും ഇതേ മിൽക്കുകളിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. മധുരമൊന്നും ചേർക്കണമെന്നില്ല. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറഞ്ഞ അളവിൽ 1-2 ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ട് ജ്യൂസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ യോഗട്ടിൽ മക്കൾക്കൊക്കെ 1-2 ഈത്തപ്പഴം ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്താലും വളരെ നല്ലതാണ്. നോർമലി ഉള്ള ആൾക്കാർക്കും മക്കൾക്കൊക്കെ കുറഞ്ഞ അളവിൽ തേനും ഇതേപോലെ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പറയുന്നത് സ്നാക്കുകളുടെ കാര്യമാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വെജിറ്റബിൾ ഓയിലിന് പകരം മില്ലിലാട്ടിയ ഫ്രഷ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ മൈദക്ക് പകരം ചിക്ക് പീ ഫ്ലോർ ഉപയോഗിക്കുക. അതിലേക്ക് നമുക്കൊരു അതിൻ്റെ ഒരു കട്ടിക്കും അതിൻ്റെ ഒരു കോട്ടിങ്ങിനും വേണ്ടിയിട്ട് മുട്ടയോ അല്ലെങ്കിൽ 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് പൊടിച്ചിട്ട് അതൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളിതുവരെ തയ്യാറാക്കിയിരുന്ന എല്ലാ ബജികളും തയ്യാറാക്കാം. വെജിറ്റബിൾസ് വെച്ചിട്ടും ഇലകൾ വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയിരുന്ന മുരിങ്ങയില, ചീരയില, പിന്നെ സുക്കിനി അല്ലെങ്കിൽ വഴുതനങ്ങ, പനീർ, കോളിഫ്ലവർ ഇങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് പച്ചക്കറി വെച്ചിട്ടും നമുക്ക് ബജികൾ, പക്കോടാസൊക്കെ തയ്യാറാക്കാം. പിന്നെ അതേപോലെ കട്ട്ലേറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പം നിങ്ങൾ ഉരുളങ്കിന് പകരം കോളിഫ്ലവർ പുഴുങ്ങിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. മുള്ളങ്കി പുഴുങ്ങിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ അട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മൈദയുടെ ഷീറ്റാണ് ഉപയോഗിക്കുക. ആ ഒരു പരിപാടിക്ക് മൈദയ്ക്ക് പകരം കോളിഫ്ലവർ പിഴിഞ്ഞെടുത്തത്, അതേപോലെ ചിരങ്ങ വെള്ളം ഇല്ലാണ്ട് പുഴുങ്ങിയിട്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത റെസിപ്പികളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകളാണത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ആഹാരം ക്രമീകരിക്കുകയാണെങ്കിൽ പഞ്ചസാര, ഓയിൽ, മൈദ ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പിന്നെ തറാവിക്ക് പോകുന്നതിന് മുമ്പായിട്ട് മോരും വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അതല്ലെങ്കിൽ സൂപ്പ് എന്തെങ്കിലും ഫോളോ ചെയ്യാം.
സാധാരണ തരിക്കഞ്ഞി കുടിക്കുന്നൊരു സമയമാണ്. അതിനകത്ത് കാർബ്സ് അല്ലാതെ ഷുഗർ അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും നെയ്യോ എന്തെങ്കിലും സീസണിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ റംദാനിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായി. പിന്നെ ജീരകഞ്ഞിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് ആ ഒരു കുറഞ്ഞ അളവിൽ ഗ്ലാസ്സിലൊക്കെ അര ഗ്ലാസ്സൊക്കെ ആയിട്ട് ചുരുക്കിയിട്ട് കഴിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് കാലത്ത് നിങ്ങളുടെ ആരോഗ്യം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ഫാറ്റ് റിവേഴ്സൊക്കെ ചെയ്യുന്നത് അടുത്ത ദിവസവും അത് ഭംഗിയായിട്ട് നടക്കും. അല്ല നിങ്ങളൊരു ഹെവി മീലാണ് നോമ്പ് തുറന്നതിന് ശേഷം 3 നേരം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെല്ലുകയും പിന്നെ മുന്നേ ഉണ്ടായിരുന്നത് ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോവാതെ ചിലവായി പോവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ റംസാനിൽ നിങ്ങൾ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീൽ ബാക്കി 2 സമയം കൂടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസവും നിങ്ങളുടെ ഫാറ്റ് റിവേഴ്സ് ഭംഗിയായിട്ട് നടക്കും. ഒരു പ്ലേറ്റ് എടുക്കണമെങ്കിൽ അതിൽ 4ൽ 1 ഭാഗം മാത്രം ചോറോ അല്ലെങ്കിൽ രാഗിയുടെയോ അല്ലെങ്കിൽ അരിയുടെയോ എന്തെങ്കിലും ദോശ പത്തിരിയൊക്കെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ്സും പൾസസും പയറുവർഗ്ഗങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അരിയിനേക്കാളും കൂടുതലും ഈ വക മില്ലറ്റ്സ് ആഹാരങ്ങളാകുമ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവൊന്ന് കുറയും. അപ്പോൾ ഡയറ്റിലുള്ളവർ വെജിറ്റബിൾസും നോണും ഒക്കെ ആയിട്ട് ബാക്കി 2 സമയവും ഫോളോ ചെയ്യുക. ഞങ്ങൾ അത്താഴത്തിന് മിക്കവാറും ബട്ടർ കോഫി പിന്നെ മുട്ട അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ബാക്കി 2-3 ഗ്ലാസ് വെള്ളം ഇങ്ങനെയായിട്ട് സിമ്പിളായിട്ടാണ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് 1-2 ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. കൂടുതൽ എനർജിക്കായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ മുന്നോട്ടും അങ്ങനെ തന്നെ പോകാനുള്ളൊരു മോട്ടിവേഷനാകും ആദ്യത്തെ 2-3 ദിവസം. അപ്പോൾ നല്ലൊരു ആരോഗ്യവും നല്ലൊരു സന്തോഷവും നിറഞ്ഞ റംസാൻ ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ചൂട് കാലത്ത് മിനിമം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഡയറ്റിലുള്ളവർ 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഇപ്പം ചില ഡയറ്റിൻ്റെ അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ ഒക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി റിലേറ്റഡായിട്ട് കണ്ടൻറ്റ് വരുന്ന പേജുകളിലൊക്കെ അത്യാവശ്യം ഭക്ഷണ നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നോ ഷുഗർ അല്ലെങ്കിൽ നോ ഓയിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതൽ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതിൽ ശ്രദ്ധയില്ലാതെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.